ഹലോ മക്കളെ, അപ്പം നമ്മുടെ ഇന്നത്തെ യാത്ര ഹോസ്പിറ്റലിലോട്ടാണ് കേട്ടോ. ഞാൻ എന്തിനാ ഇടയ്ക്കിടയ്ക്ക് അങ്ങോട്ട് പോകണമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എൻ്റെ നാത്തൂൻ പ്രഗ്നൻ്റ് ആണെന്നുള്ള കാര്യം ഞാൻ നേരത്തെ വീഡിയോസിൽ മെൻഷൻ ചെയ്തിട്ടുണ്ടായിരുന്നു. സോ അവൾക്കൊരു കമ്പനി കൊടുക്കാൻ വേണ്ടിയിട്ടുള്ള പോക്കാണ്. പോയി ചെന്ന് ഞാൻ ആദ്യം തന്നെ ഒരു ചായ മേടിച്ച് കുടിച്ചിട്ടോ. ചായ ഞാൻ എൻ്റെ ലൈഫിൽ നിന്ന് ഫുള്ളായിട്ട് കളഞ്ഞൊരു സംഗതിയായിരുന്നു. പക്ഷേ ഇപ്പോൾ യാത്ര ചെയ്യുന്നതുകൊണ്ട് എനിക്കിത് പറ്റില്ല എന്നുള്ള അവസ്ഥയിൽ തലവേദന ഭയങ്കരമായിരുന്നു. അങ്ങനെ ഞങ്ങൾ അവിടുത്തെ ചിൽഡ്രൻസ് പാർക്കിൽ ഇരുന്നിട്ട് ചായയൊക്കെ കുടിച്ച് അവിടുന്ന് കട്ട്ലേറ്റും ഉഴുന്നുവടയൊക്കെ മേടിച്ചിട്ടാണ് നമ്മൾ മുകളിലോട്ട് പോയത്. എന്നിട്ട് ഞാനും അവളും കൂടി അവിടെ ഇരുന്നിട്ട് അത് കമ്പനി കൂടി കഴിച്ചു കേട്ടോ. അപ്പോൾ അവളുടെ കയ്യിൽ സൂചിയൊക്കെ വെച്ചിട്ട് അത്യാവശ്യം കയ്യെ വീങ്ങിയിട്ടൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ ഞാനും ജീവനും വൈകുന്നേരമായപ്പോൾ ഒന്ന് ബേക്കറിയിലോട്ട് പോയിട്ടോ. അവിടെ പോയി അവിടെയുള്ള ഐറ്റംസിൻ്റെ ലിസ്റ്റൊക്കെ ഒന്ന് നോക്കി പുറത്തുള്ള കാഴ്ചകളൊക്കെ വീക്ഷിച്ച് കുറച്ച് നേരം ഇരുന്നിട്ട് നല്ല ചൂട് ചായ കിട്ടി. അപ്പോൾ ആ ചായയും കൂടി കുടിച്ചു കേട്ടോ. വെറും ചായ കൂടിയായിട്ടുള്ള ഒരു വ്ളോഗാണ് എന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടാവില്ലേ? സത്യത്തിൽ എന്താണെന്നറിയില്ല, എനിക്കിപ്പോൾ ഇത് ഭയങ്കര ഒരു വീക്ക്നെസ് ആയിട്ടുണ്ട്. അങ്ങനെ അവിടുന്ന് ബട്ടർ ബണ്ണും കാളനൊക്കെ മേടിച്ചു കേട്ടോ. അവൾക്കും പ്രഗ്നൻസി ക്രാവിങ് ഉണ്ടാവും. അവളുടെ കൂടെ കൂടിയിട്ട് ഇപ്പോൾ എനിക്കും തീറ്റ തന്നെയാണ് പരിപാടി. അങ്ങനെ ഞങ്ങൾ പുറത്തിരുന്ന് സംസാരിക്കുമ്പം സച്ചു ഡോക്ടറിൻ്റെ വണ്ടിയാണെന്ന് പറഞ്ഞിട്ട് ഈ വീൽ ചെയർ ഉന്തിക്കൊണ്ട് കിടക്കണ്ടായിരുന്നു കേട്ടോ. കുറച്ച് കഴിഞ്ഞപ്പോൾ അവർ ചേച്ചി വന്നിട്ട് അത് മേടിച്ചുകൊണ്ട് പോവുകയും ചെയ്തു. അങ്ങനെ അവിടെ ഇരുന്ന് ഞങ്ങൾ ഏട്ടൻ വന്നു കേട്ടോ, എന്നെയും സച്ചുവിനെയും കൂട്ടാൻ വേണ്ടിയിട്ട്. അങ്ങനെ ഞങ്ങൾ രണ്ടാളും തിരിച്ചു പോരുന്ന വഴിക്ക് ഇവിടെ അമ്പലത്തിൽ പരിപാടികൾ നടക്കുകയാണ് കേട്ടോ. പകലും ഇതിൻ്റെ പരിപാടിയും കാര്യങ്ങളൊക്കെ അടിപൊളിയായിട്ട് നടക്കണ്ടായിരുന്നു. നമ്മൾ ഹോസ്പിറ്റലിലോട്ട് വന്നുകൊണ്ട് അങ്ങോട്ട് പോകാൻ പറ്റില്ലല്ലോ. അതുകൊണ്ട് ഈ പരിപാടിയൊക്കെ വരുന്ന വഴിക്ക് നമ്മൾ ചുമ്മാ ഒന്ന് വീഡിയോ എടുത്തിട്ടോ. അടിപൊളി പരിപാടിയാണ് കേട്ടോ. പണ്ട് ഒരിക്കൽ ഞങ്ങളിവിടെ വന്നിട്ട് ഈ പരിപാടിയൊക്കെ അമ്പലത്തിൽ പോയിട്ട് കണ്ടിട്ടൊക്കെ ഉണ്ട്. ഉഗ്രം പരിപാടിയാണ്. എന്തായാലും കാര്യമായിട്ട് അങ്ങനെ ക്ലിയർ ആയിട്ട് കിട്ടിയില്ല കേട്ടോ, ഇരുട്ടായതുകൊണ്ട്. എങ്കിലും കൊള്ളാം. അത് കഴിഞ്ഞിട്ട് നേരെ നമ്മൾ പോയത് അഖിലേഷേട്ടൻ്റെ തട്ടുകടയിലാണ്. അവിടുന്ന് നമ്മളൊരു മുട്ട മസാല മേടിച്ചിട്ടോ ചോറ് കഴിക്കാൻ വേണ്ടിയിട്ട്. തിരിച്ചു വന്നപ്പോൾ ഏട്ടൻ ഷവർമ മേടിച്ച് വെച്ചിട്ടുണ്ടായിരുന്നു. അങ്ങനെ അത് കഴിച്ചിട്ട് ഒരു ഗ്ലാസ്സിൽ ഇച്ചിരി വൈനും കുടിച്ച് ഇന്നത്തെ ഡേ കംപ്ലീറ്റ് ആയിട്ടോ.